ഈ അധ്യക്ഷ വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ നേതാക്കന്മാരെ, സമരാഗ്നിയെ ആവേശപൂർവ്വം വരവേൽക്കാനും അനുഗ്രഹാശകൾ ചൊരിയാനും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും വളരെ നേരമായി ഇവിടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹപ്രവർത്തകന്മാരെ, സ്നേഹിതരെ, ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ നായകന്മാർ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ കെ സുധാകരനും പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശനും ഈ മൈതാനത്തേക്ക് കടന്നു വരും. കഴിഞ്ഞ 9-ാം തീയതി കാസർഗോഡ് നിന്നും ആരംഭിച്ച ഈ പര്യടന പരിപാടി വഴിയോരങ്ങളിൽ ലഭിച്ച ആവേശോജ്ജലമായ സ്വീകരണങ്ങൾ ഏറ്റെടുത്ത് ആശയവിനിമയം നടത്തി അറിയിക്കേണ്ടത് അറിയിച്ചും ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊണ്ടും ഭാവി കേരളത്തെക്കുറിച്ചിട്ടുള്ള ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഗ്രഹസ്ഥമാക്കിയാണ് നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ ഇവിടെ കടന്നു വരുന്നത്. ആ ജാഥയെ സ്വീകരിക്കാൻ 4 നിയോജകമണ്ഡലത്തിനും എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യരായ സഹപ്രവർത്തകന്മാരെ ഞാൻ സ്നേഹത്തോടുകൂടി അഭിവാദ്യം ചെയ്യുകയാണ്. നിങ്ങളുടെ സാന്നിധ്യം തെളിയിക്കുന്നത് ഈ ജാഥയെ നിങ്ങൾ വരവേൽക്കുന്നു. ഈ ജാഥയിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം ജനഹൃദയങ്ങളിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ, മുദ്രാവാക്യങ്ങളെ, കർമ്മപരിപാടികളെ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള അധ്വാനത്തിനും അതുപോലെ തന്നെ പ്രവർത്തനത്തിനും നിങ്ങൾ ഉണ്ടാകും എന്ന പ്രഖ്യാപനമാണ് ഈ ജാഥാങ്കണത്തിൽ വെച്ച് നിങ്ങൾ കൈക്കൊള്ളാൻ പോകുന്നത് എന്ന് സന്തോഷത്തോടുകൂടി ഞാൻ ഉൾക്കൊള്ളുകയാണ്. നമുക്കറിയാം, ഈ ജാഥ ആരംഭിച്ച് അന്ന് മുതൽ ലഭിക്കുന്ന സ്വീകരണത്തിൻ്റെ ഊഷ്മളത, ഈ ജാഥയ്ക്ക് ലഭിച്ച സ്വീകരണത്തിൻ്റെ ആവേശം കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വലിയൊരു രാഷ്ട്രീയ തരംഗമുണ്ടാക്കാൻ എൻ്റെ ബഹുമാന്യനായ സ്നേഹിതൻ ശ്രീ ലിജു അവസാനം സൂചിപ്പിച്ചതുപോലെ വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 20-ൽ 20 സീറ്റും കോൺഗ്രസ് ഐക്യജനാധിപത്യ മുന്നണി പിടിച്ചെടുക്കും എന്ന പ്രഖ്യാപനത്തിലൂടെയാണ്, തീരുമാനത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിനനുകൂലമായ രാഷ്ട്രീയ പശ്ചാത്തലമൊരുക്കുക എന്നതുകൂടിയാണ്. അതിനനുകൂലമായ കർമ്മമണ്ഡലത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ, ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാരെ സജ്ജരാക്കി എത്തിക്കുക എന്നതാണ് ഈ ജാഥ കൊണ്ട് കോൺഗ്രസ് പാർട്ടി ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, നിരവധി ജാഥകൾ കാണാൻ സൗഭാഗ്യം കിട്ടി നമുക്ക്. ഏതാനും മാസങ്ങൾക്ക്, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ കാണാത്ത വളരെയധികം വിചിത്രമായ ഒരു ജാഥ ഈ പ്രദേശത്തു കൂടി കടന്നുപോയി. നമുക്കറിയാം, ആ ജാഥ നവകേരളം എന്ന പേരിലാണ്. ആ ജാഥ നയിച്ചത്, അതിന് നേതൃത്വം ഏറ്റെടുത്തത് ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ആ ജാഥയോടൊപ്പം അനുധാവനം ചെയ്തത് കേരളത്തിലെ മന്ത്രിമാരാണ്. ആ ജാഥയ്ക്ക് കളമൊരുക്കിയത്, ആ ജാഥയുടെ സംഘാടക സമിതിയായി മാറിയത് കേരളത്തിലെ ഉദ്യോഗ മേധാവിത്വവും അതുപോലെ തന്നെ ഭരണ മേധാവിത്വവുമാണ്. അങ്ങനെ ഭരണതലത്തിൽ നടത്തിയ ഒരു ജാഥയും അതിനുശേഷമാണ് പ്രിയങ്കരനായ ശ്രീ കെ സുധാകരനും പ്രിയപ്പെട്ട ശ്രീ വി.ഡി. സതീശനും കേരളത്തിൻ്റെ തെരുവീതികളിലൂടെ ഈ ജാഥയുമായി കടന്നു വരുന്നത്. ഈ 2 ജാഥകൾ തമ്മിൽ താരതമ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഒരു കാര്യം നമുക്കറിയാം, പിണറായിയുടെ കൂടെ നടന്നത് അധികാരത്തിൻ്റെ തണലിൽ ജീവിക്കുന്നവരാണ്. പിണറായിയുടെ ജാഥ വിജയിപ്പിച്ചത് അധികാര ദണ്ഡിൻ്റെ മാനദണ്ഡം ഉപയോഗിച്ചുകൊണ്ടാണ്. പിണറായിയുടെ ജാഥ കടന്നു പോന്നപ്പോൾ നമ്മൾ കണ്ടു, കേരളത്തിൻ്റെ തെരുവീതികൾ സമരാംഗമായി മാറി. ജനാധിപത്യ രീതിയിൽ ജനാധിപത്യ അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ഭരണകൂടത്തിൻ്റെ തെറ്റായ ചെയ്തികളെ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി കറുത്ത ബാഡ്ജ് ധരിച്ചവർ, കറുത്ത വസ്ത്രമെടുത്തവർ, കരിങ്കൊടി വീശിയവരെ അടിച്ചമർത്തി ഇന്ന് വരെ കേരളത്തിൽ കാണാത്ത രീതിയിൽ തകർത്തുകൊണ്ട് മുന്നോട്ട് പോയ ഒരു ജാഥയ്ക്ക് ശേഷം നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ കയ്യിൽ അധികാരത്തിൻ്റെ ദണ്ഡില്ലെങ്കിലും, നമ്മൾ അക്രമത്തിൻ്റെ സ്വഭാവം കാണിക്കുന്നില്ലെങ്കിലും നമ്മൾ ഈ ജാഥയിൽ ഉയർത്തിപ്പിടിക്കുന്നത് ഇന്ത്യയെ രക്ഷിക്കണം, കേരളത്തെ രക്ഷിക്കണം എന്നതാണ്. ഇന്നത്തെ ആനുകൂലികമായ രാഷ്ട്രീയ സാഹചര്യം പല നേതാക്കന്മാരും ഇവിടെ വിശദീകരിച്ചു ഞാൻ ആവർത്തിക്കുന്നില്ല. ഒരു യാഥാർത്ഥ്യം വളരെ വ്യക്തമാണ്. നമ്മുടെ രാജ്യം ഇന്ന് കടന്നു പോകുന്ന സങ്കീർണമായ പാതയിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ത്യ രാജ്യത്തെ ആര് രക്ഷിക്കാൻ കഴിയുമെന്ന ചോദ്യമാണ് ഈ കാലഘട്ടത്തിന്റെ പ്രസക്തമായ രാഷ്ട്രീയ ചോദ്യമെങ്കിൽ സംശയലേശമെന്നേ പറയും ഇന്ത്യയെ രക്ഷിക്കാൻ കഴിയുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമാണ്. കേരളത്തിന്റെ അക്രമത്തെ, കേരളത്തിന്റെ അനീതിയെ,
കേരളത്തിന്റെ അഴിമതിയെ, കേരളത്തിന്റെ സ്വജനപക്ഷപാതത്തെ, കേരളത്തിന്റെ അധികാര ദൂർത്തിൽ നിന്നും ഈ കേരള സംസ്ഥാനത്തിന് മോചനമാർഗം ഒടുക്കി കൊടുക്കാൻ ആർക്ക് കഴിയുമെന്ന ചോദ്യമാണ് പിന്നീട് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ഉന്നയിക്കുന്നതെങ്കിൽ അതിനുള്ള മറുപടിയും ഈ ഗവൺമെന്റിന്റെ തെറ്റുകളെ എതിർക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ സാധിക്കൂ എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ആവേശകരമായ ഒരു ജാഥയാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ജാഥ കടന്നു വരെ ഈ ജാഥ ഒരാവേശമാണ്, ഈ ജാഥ ഒരു പ്രചോദനം കൂടിയാണ്. ഈ ജാഥ ആവേശമെന്ന് ഞാൻ പറയാൻ കാരണം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വഴിയോരങ്ങളിൽ കാത്തുനിന്ന് ബഹുമാനായ ശ്രീ സുധാകരനെയും ബഹുമാനായ ശ്രീ വി.ഡി. സതീശനെയും അനുഗ്രഹാശസ്സുകളാകുന്ന ഗീതോപദേശമേറ്റ് വജ്രംബിത വീരമായ കുരുക്ഷേത്ര സവ്യസാചികളെ പോലെ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പായി അവരെ രണാങ്കണത്തിലേക്ക് പറഞ്ഞുവിടുന്ന ജനപ്രതിനിധികൾ, ജനാധിപത്യ വിശ്വാസികളുടെ അനുഗ്രഹാശികൾ ഏറ്റെടുക്കുമ്പോൾ ജാഥാംഗങ്ങൾക്ക് സ്വാഭാവികമായും ആവേശമുണ്ടാകും. അവർ കൂടുതൽ കർമ്മമണ്ഡലത്തിലേക്ക് ഇറങ്ങാനുള്ള അവർക്ക് ആവേശമുണ്ടാകുന്ന സംശയമില്ല. ജാഥ നയിക്കുന്ന നേതാക്കന്മാരുടെ ആവേശം മാത്രമല്ല ഈ ജാഥയുടെ സവിശേഷത. ഈ ജാഥയുടെ സവിശേഷത, ഈ ജാഥ ഒരു പ്രത്യാശയുണ്ടാക്കുന്നു. ആരുടെ മനസ്സിൽ? ജനങ്ങളുടെ മനസ്സിൽ. കാരണം ജനങ്ങൾ ഇന്ന് അസ്വസ്ഥരാണ്, ജനങ്ങൾക്കൊട്ടേറെ പ്രയാസങ്ങളുണ്ട്, ജനങ്ങൾക്കൊട്ടേറെ ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്ന, പ്രയാസങ്ങൾ സഹിക്കുന്ന കേരളത്തിലെ ജനങ്ങളോടൊപ്പം അവരുടെ സുഖദുഃഖത്തിൽ പങ്കുചേരാൻ ഒരു പാർട്ടിയുണ്ട്, ഒരു നേതൃത്വമുണ്ട് എന്ന തോന്നൽ ഈ ജാഥയിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകാൻ ഈ സമരാജ്ഞിക്ക് കഴിഞ്ഞു എന്നതാണ് ഈ ജാഥയുടെ ചരിത്രപരമായ ഏറ്റവും വലിയ നേട്ടം. നമുക്കറിയാം, ശ്രീ പിണറായി വിജയൻ കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ ചില ആളുകൾ എത്തി. അവരൊക്കെ പൗരപ്രമുഖന്മാരാണെന്ന് പറഞ്ഞത്. അവരെല്ലാം അധികാരത്തിന്റെ അംശവടി ഉപയോഗിച്ച് മാടി വിളിച്ചവരാണ്. ഞങ്ങൾ ഈ ജാഥ കടന്നു വന്നപ്പോൾ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ആശയവിനിമയം നടത്തി. സമൂഹത്തിൽ ഉന്നതന്മാരായിട്ടല്ല. ഞാൻ ഇന്ന് കണ്ടു എറണാകുളത്ത് BTH-ൽ ഈ ജാഥയുടെ നേതാക്കന്മാരെ കാണാൻ ആവലാദികളുമായി കടന്നു വന്നവർ കേരളത്തിലെ പൗരപ്രമുഖന്മാരല്ല, നേരെ മറിച്ച് സമൂഹത്തിന്റെ അടിത്തട്ടിൽ താരുണ്യത്തിന്റെ ഒരു കണിക പോലും കണ്ടെത്താതെ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ കാർക്കശ്യം കനീഭവിച്ച പാതയിലൂടെ കടന്നു പോകുന്ന അവശർ, ആലംബഹീനർ, പാവപ്പെട്ടവൻ, സാധാരണക്കാർ, കഷ്ടത അനുഭവിക്കുന്നവർ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അങ്ങനെ പ്രായോഗിക ജീവിതത്തിന്റെ നാനാ ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കുന്ന പാവപ്പെട്ടവന്റെ അലയടിക്കുന്ന ശബ്ദം പ്രിയപ്പെട്ടവർ ഞങ്ങൾ കേൾക്കുന്നുണ്ടായി. അതിൽ വിധവകളുണ്ട്, അതിൽ വൃദ്ധന്മാരുണ്ട്, അതിൽ പാവപ്പെട്ടവനുണ്ട്, അതിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ നിഷേധിക്കപ്പെട്ടവരുണ്ട്, അതിൽ മത്സ്യത്തൊഴിലാളിയുണ്ട്, അതിൽ പൊക്കാളി കൃഷിക്കാരുണ്ട്, അതിൽ ചെറുകിട വ്യാപാരികളുണ്ട്, അതിൽ വിദ്യാർത്ഥികളുണ്ട്, അതിൽ അധ്യാപകരുണ്ട്, അതിൽ സർക്കാർ ജീവനക്കാരുണ്ട്. അവരെല്ലാം സാധാരണക്കാരാണ്. അവർക്ക് പറയാനുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ്. അത് കേൾക്കാനുള്ള കൗതുകം, അത് കേൾക്കാനുള്ള ആകാംക്ഷ, അത് കേൾക്കാനുള്ള സഹിഷ്ണുത ഈ ജാഥ നയിക്കുന്ന നേതാക്കന്മാർക്കുണ്ടായി എന്നതാണ് ഈ ജാഥയുടെ ഏറ്റവും വലിയ സവിശേഷത. അവിടെ ആരെയും ശൂരനെന്ന് വിളിച്ചിട്ടില്ല. നമുക്കറിയാം, നവകേരള യാത്രയ്ക്കുണ്ടായതെന്താ? പാവപ്പെട്ടവർ അപ്രാപ്യമായിരുന്നു. നവകേരള യാത്രയിൽ അപ്രാപ്യമായൊരു നേതൃത്വം, അപ്രാപ്യമായൊരു മുഖ്യമന്ത്രി, കാണാൻ കഴിയാത്തൊരു മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ അപൂർണ വസ്തുവായി ചിത്രീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അത് ഫ്യൂഡലിസ്റ്റ് കാഴ്ചപ്പാടാണ്, തെറ്റിദ്ധരിക്കേണ്ട. മുഖ്യമന്ത്രിയെ സൂര്യനായി വിശേഷിപ്പിക്കുന്നു. ആര്? നമ്മുടെ ഗോവിന്ദൻ മാസ്റ്റർ മുഖ്യമന്ത്രിയെ സൂര്യനായി വിശേഷിപ്പിക്കുന്നു. ആ സൂര്യന്റെ അടുത്തേക്ക് ചെന്നാൽ കരിഞ്ഞു പോകുമെന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു മുഖ്യമന്ത്രിയെ, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു മുഖ്യമന്ത്രിയെ സൂര്യനായി ഉപമിച്ച് ആ സൂര്യന്റെ അടുത്ത് ചെല്ലുന്നവർ കരിഞ്ഞു പോകുമെന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ ശോഭ കെടുത്തുന്ന ഒന്നാണ്. മുഖ്യമന്ത്രിയെ സൂര്യൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി ശ്രീ ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസ്താവന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായ അപജയത്തിന്റെ തെളിവാണ്. അത് അഭിമാനമല്ല, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായ അധപ്പതനത്തിന്റെ മറ്റൊരു മാർഗം കൂടിയാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായ അപജയം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായ തകർച്ച, ആ അപജയത്തിന്റെ ജീർണതയുടെ ഉള്ളിൽ ഇന്നും വേദന അനുഭവിക്കുന്ന സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവികൾ പോലും ഇന്ന് ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റിനെ കാണാൻ വന്നിരുന്നു. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർ എറണാകുളത്ത് വെച്ച് കണ്ടത്, എറണാകുളത്തിന്റെ മഹാരാജാസ് കോളേജിന്റെ പ്രൊഫസറായിരുന്ന അരവിന്ദൻ സാറ്, അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, അദ്ദേഹം ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിരുന്നു. അദ്ദേഹം കാലാകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എറണാകുളം ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വിജയിപ്പിക്കണമെന്ന് കണ്ടവരാണ്. പക്ഷെ ബഹുമാനപ്പെട്ട ആ വയോവൃദ്ധനായ 92 വയസ്സ് കഴിഞ്ഞ മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന
സാഹിത്യകാരനായ സാമൂഹ്യ നിരീക്ഷകനായ ബഹുമാനപ്പെട്ട അധ്യാപകൻ ഇന്ന് ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് അടുത്ത് വന്നുകൊണ്ട്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് വന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ശക്തി പ്രാപിക്കണം. ഈ രാജ്യത്ത് നടക്കുന്ന സംഘർഷത്തെ, ഈ രാജ്യത്ത് നടക്കുന്ന അനീതിയെ, ഈ രാജ്യത്ത് നടക്കുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ ചെറുക്കാൻ ഈ രാജ്യത്ത് കഴിയുന്ന ഏക ശക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് നിങ്ങൾക്കുണ്ട് ഞങ്ങളുടെ അനുഗ്രഹം. പ്രിയപ്പെട്ടവരെ, പറഞ്ഞതാര കോൺഗ്രസുകാരല്ല. ഞങ്ങൾ കണ്ട ഒട്ടേറെ ആളുകൾ, പൊക്കാളി കൃഷിയുടെ വേദന അനുഭവിക്കുന്നവർ, പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ, വീട് നഷ്ടപ്പെട്ടവർ, പെൻഷൻ ലഭിക്കാത്തവർ, വേദന അനുഭവിക്കുന്നവർ, കഷ്ടപ്പാട് അനുഭവിക്കുന്നവർ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അവരെ ഞങ്ങൾ അവിടെ കണ്ടു. എന്തിനു വേണ്ടി? അവരിലുള്ള പ്രതീക്ഷ, അവർക്ക് പ്രത്യാശ നൽകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. നമ്മുടെ സമൂഹം എങ്ങോട്ട് പോകുന്നു? ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട ശേഖരന്മാരോട് സൂചിപ്പിച്ചു, ഞാൻ ആവർത്തിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യം ഇന്ന് ഒരു വഴിത്തിരിവിൽ നിർണായകമായ സന്ധിയിലൂടെ കടന്നു പോകുന്നു. എങ്ങോട്ടാണ് ഇന്ത്യ എന്ന ചോദ്യം ജനങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. കാരണം ഈ കാലഘട്ടം വളരെ സങ്കീർണമാണ്. മതത്തിന്റെ തെറ്റായ പ്രവർത്തനത്തിലൂടെ, വർഗീയതയുടെ തെറ്റായ ചിന്തയിലൂടെ അസഹിഷ്ണുത ഉയർത്തി ഈ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കപ്പെടുമോ എന്ന ചിന്തയാണ് ജനങ്ങൾക്കുള്ളത്. അസഹിഷ്ണുതയുടെ അന്ധകാരം വിഴുങ്ങിയ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾ വേദനിക്കുന്നു. കാര്യം മതേതരത്തെ പോലും ഒരു മതിൽക്കെട്ടിൽ ഉള്ളിൽ നിർത്തി പിടിച്ചിടാൻ നോക്കുന്നു. Thus far, not further. എല്ലാത്തിനെയും ഒരു മതിൽക്കെട്ടിൽ ഒതുക്കി നിർത്താൻ ആഗ്രഹിക്കുന്നു. അതിന്റെ സങ്കീർണതയിലാണ്, അതിന്റെ വേദനയിലാണ് ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾ. എങ്ങോട്ട് പോകണമെന്ന ചോദ്യം നമ്മുടെ മുന്നിൽ ഉയർത്തുമ്പോൾ നമ്മൾ ആലോചിക്കണം. പരസ്പരം വെട്ടിമുറിച്ച് ജാതിയുടെ പേരിൽ, വർഗത്തിന്റെ പേരിൽ ഇന്ത്യയുടെ കോടാനി കോടി ജനങ്ങളുടെ മനസ്സിൽ വിദ്വേഷമുണ്ടാക്കി പരസ്പരം വെട്ടിമുറിക്കുന്ന കിരാത കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകണമോ? ജനാധിപത്യത്തിന്റെ, മതേതരത്വത്തിന്റെ, സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ, അഹിംസയുടെ പദങ്ങൾ കൊണ്ട് മുഖരിതമായ ഒരു ജനാധിപത്യ അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ കൈപിടിച്ചുയർത്തണമോ എന്ന ചോദ്യമാണ് ഈ കാലഘട്ടത്തിന്റെ പ്രസക്തമായ ചോദ്യമെങ്കിൽ അവിടെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, നമ്മുടെ രാജ്യം നേരിടുന്ന പ്രതിസന്ധിയെ നമുക്ക് അതിജീവിക്കണം. 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ നമ്മളോടൊപ്പം സ്വാതന്ത്ര്യം പ്രാപിച്ച പാകിസ്ഥാൻ ഒരു മതാധിഷ്ഠിത രാജ്യമായി പ്രഖ്യാപിച്ച് ആ മതാധിഷ്ഠിത രാജ്യത്തിന് അനുയോജ്യമായ ഭരണഘടന ഉണ്ടാക്കി, അതിനനുയോജ്യമായ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കി, അതിനനുയോജ്യമായ ജുഡീഷ്യറി ഉണ്ടാക്കി ഒരു രാജ്യം മുന്നോട്ട് പോയപ്പോൾ ഇപ്പുറത്ത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം സ്വീകരിച്ചത് മതാധിഷ്ഠിതമല്ല, നമ്മൾ തെരഞ്ഞെടുത്തു മതേതരത്വം. കാരണം ഈ രാജ്യത്തിന്റെ വൈവിധ്യം കാത്തുസൂക്ഷിക്കണം. ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, വൈവിധ്യം എന്നത് നമുക്കൊരു ദുഃഖമല്ല, വൈവിധ്യം എന്നത് ഒരു കുറ്റമല്ല, വൈവിധ്യം എന്നത് ഇന്ത്യയുടെ സൗന്ദര്യമാണ്. ആ വൈവിധ്യത്തിന്റെ സമന്വയത്തിലൂടെ മാത്രമേ ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്ന മഹാനായ മഹാത്മാഗാന്ധി അടക്കം, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അടക്കം, ദേശീയ രാഷ്ട്രീയ നേതാക്കന്മാരടക്കം അവരുടെ ചിന്തയിൽ, കാഴ്ചപ്പാടിൽ, അവരുടെ പ്രവർത്തനത്തിലൂടെ രൂപം കൊടുത്ത ഒരു ഇന്ത്യ, ആ ഇന്ത്യയാണ് ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ മതേതര രാജ്യം. ഇതാ നമ്മുടെ പ്രിയങ്കരനായ കോട്ടയം പാർലമെന്റിൽ ഐക്യജനാധിപത്യ മുന്നണി അവതരിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ഫ്രാൻസിസ് ജോർജ്, മൂവാറ്റുപുഴക്കാർ സ്നേഹത്തോട് വിളിക്കുന്ന രാജു എന്ന് പറയുന്ന നമ്മുടെ സഹപ്രവർത്തകൻ, MP ആയി കുറെ കാലം പ്രവർത്തിച്ച് തന്റെ രാഷ്ട്രീയം കൊണ്ട്, തന്റെ പ്രവർത്തന ശൈലി കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ സേവിക്കാൻ അവസരം കിട്ടിയ ശ്രീ ഫ്രാൻസിസ് ജോർജിനെ അഭിമാനത്തോടുകൂടി, മൂവാറ്റുപുഴക്കാരനായ ഫ്രാൻസിസ് ജോർജിനെ അഭിമാനത്തോടുകൂടി കോട്ടയം UDF-ന്റെ സ്ഥാനാർത്ഥിയായി ഐക്യജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വിജയം സുരക്ഷിതമാക്കാനുള്ള പ്രവർത്തനത്തിൽ പ്രിയപ്പെട്ടവരെ നിങ്ങളും സഹകരിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യയുടെ പ്രത്യേകമായ സാഹചര്യമാണ്. ഇന്ന് രാജ്യത്തിന്റെ മതേതരത്വം വെല്ലുവിളിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ, ഇന്ത്യയുടെ ജനാധിപത്യം വെല്ലുവിളിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ഫ്രാൻസിസ് ജോർജിനെ പോലെയുള്ള ആളുകൾ ഇന്ത്യയുടെ പാർലമെന്റിന്റെ അകത്തളത്തിൽ ഉണ്ടാകണമെന്നത് ജനാധിപത്യ കേരളം ആഗ്രഹിക്കുന്ന ഒന്നതാണ്. അതുകൊണ്ട് ഈ രാജ്യം എന്നാണ് പോകുന്നത്? ഈ രാജ്യത്തിന്റെ തെറ്റായ ഒരു കാലഘട്ടത്തിലും ഉണ്ടാകാത്ത രീതിയിൽ മതത്തെ, വർഗീയതയെ ഇന്ത്യയുടെ രാഷ്ട്രീയ രംഗത്തേക്ക് കൊണ്ടുവരുന്നു. ഈ രാജ്യത്തിന്റെ ജനാധിപത്യ ബോധം വളർത്താൻ,
ഈ രാജ്യത്തിന്റെ ദേശീയബോധം വളർത്താൻ ഉപയോഗിക്കുന്നത് എന്താ? ഉപയോഗിക്കുന്നത് മതത്തെയാണ്. നമ്മൾ ആലോചിക്കണം, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് വേണ്ടി സമരം ചെയ്തപ്പോൾ ഇന്ത്യയുടെ ദേശീയ വികാരത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ഒരിക്കലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മതം ഉപയോഗിച്ചിട്ടില്ല. ഒരിക്കലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദൈവത്തിന്റെ പേരുകൾ ഉപയോഗിച്ചിട്ടില്ല. ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരിൽ ദേശീയബോധം അങ്കരിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ വൈവിധ്യത്തിന്റെ സമുന്നയമാണ് ജനാധിപത്യം എന്നതും ആ ജനാധിപത്യം എന്നതാണ് മാനവ സംസ്കാരത്തിന്റെ മഹാമകുടമെന്നും ആചരണത്തിലൂടെ ലോകത്തെ പഠിപ്പിച്ച മഹാപ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എങ്കിൽ ഞാൻ പറയുന്നു, ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വം കാത്തുസൂക്ഷിക്കാൻ കഴിയൂ. നമ്മുടെ ബഹുമാനായ KPCC പ്രസിഡന്റ്, നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ കെ സുധാകരനും അതുപോലെ VD സതീശനും ഒരു തുറന്ന വാഹനത്തിൽ നിങ്ങളുടെ ആശീർവാദങ്ങൾ ഏറ്റെടുത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. ഞങ്ങളുടെ ക്രമീകരണം അനുസരിച്ച് ഈ ജാഥക്കിനിയും തൊടുപുഴയിൽ ഈ ജാഥ ഇന്നത്തെ പരിപാടി സമാപിക്കാനുണ്ട്. ആ സമാപനത്തിന് മുമ്പായി ഇവിടെ നടക്കുന്ന സമ്മേളനത്തിൽ ബഹുമാനായ ശ്രീ മാത്യു കുഴൽനാടിന്റെ അധ്യക്ഷ പ്രസംഗമുണ്ട്. ഞാൻ ഒരു വാക്ക് പറയുന്നു ശ്രീ മാത്യു കുഴൽനാടനെ കുറിച്ച്. ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, മാത്യു കുഴൽനാടൻ ഈ നാടിന്റെ ചുണക്കുട്ടിയാണ്. മാത്യു കുഴൽനാടൻ വളയാത്ത നട്ടലിന്റെ ഉടമസ്ഥനായിരുന്നുകൊണ്ട് അധികാരവർഗത്തിന്റെ മുഖത്ത് നോക്കി അഴിമതിയിലേക്ക് വിരൽ ചൂണ്ടി മാത്യു കുഴൽനാടൻ ഉന്നയിക്കുന്ന അഴിമതി ആരോപണങ്ങളുടെ ശരവലയങ്ങളിൽ കിടന്ന് പിടയുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. ആ പിണറായി വിജയനെ ഇന്ന് മുന്നോട്ട് പോലും ചവിക്കാൻ കഴിയാത്ത വ്യക്തമായി കൃത്യമായി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ സമൂഹത്തിന്റെ മുന്നിൽ വളരെ ഉന്നതമായ ജനാധിപത്യ സംസ്കാരം പ്രകടിപ്പിക്കുന്ന ശ്രീ മാത്യു കുഴൽനാടിനെ അഭിമാനത്തോടുകൂടി ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ മുതിരുകയാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, നേതാക്കന്മാർ ഇങ്ങോട്ട് കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു, കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ തെറ്റുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കണം. ആ തെറ്റുകൾക്കെതിരെ കർശനമായ നടപടി നമുക്ക് സ്വീകരിക്കണം. അതിനാർക്ക് കഴിയും? ഈ ജാഥ സമാപിക്കുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വിളംബരം ഉണ്ടാകുന്നവർ പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി ഞാൻ തിരിച്ചു വരുന്നു. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 20-ൽ 19 സീറ്റും നമുക്ക് വിജയിച്ചു. ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവകാശമല്ല, യാഥാർത്ഥ്യത്തെ അണിനിരത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, 20-ൽ 20 സീറ്റും ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കുമെന്ന കാര്യം സംശയമില്ല. അതിൽ ഇവിടെ മത്സരിക്കാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഈ നിയോജകമണ്ഡലത്തെ പ്രതികരിക്കുന്ന എന്റെ യുവ സ്നേഹിതൻ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ DN കുര്യാക്കോസ് ആണ്. ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐക്യജനാധിപത്യ മുന്നണി ഒരു വട്ടം കൂടി ഈ ഇടുക്കി പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ അവതരിപ്പിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട ശ്രീ DN കുര്യാക്കോസ് ആയിരിക്കും. കഴിഞ്ഞ വർഷം നമ്മൾ മത്സരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ കഴിഞ്ഞ റെക്കോർഡാണ് നിങ്ങളുടെ സഹപ്രവർത്തകർ, നമ്മുടെ സുഹൃത്തുക്കൾ ശ്രീ ഡീന് നൽകിയതെങ്കിൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അത് ആവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നേതാക്കന്മാർ ഈ പന്തലിലേക്ക് കടന്നു വന്നതുകൊണ്ട് നേതാക്കന്മാരെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിൽ നിങ്ങളുടെ മനസ്സ് മാറിയതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഈ ജാഥയ്ക്ക് നൽകിയ ആവേശോജ്വലമായ ഉജ്ജ്വലമായ സ്വീകരണത്തിന് ഒരിക്കൽ കൂടി നിങ്ങൾ അഭിനന്ദിക്കുന്നു. ഈ ജാഥ നിങ്ങൾ ഏൽപ്പിക്കുന്ന രാഷ്ട്രീയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടാകണം. ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ, കേന്ദ്ര ഗവൺമെന്റിന്റെ വർഗീയ അജണ്ടക്കെതിരെ, ഫാസിസ്റ്റ് പ്രവർത്തനത്തിനെതിരെ ശക്തമായി പോരാടാൻ കഴിയുന്ന ഏറ്റവും വലിയ സമരാജ്ഞിയായി ഈ ജാഥ മാറണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്.